ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് ഈ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ആൻഡ് ന്യൂമറിക്കൽ മെത്തേഡ്സ് എന്ന സബ്ജക്റ്റ് പഠിച്ചു തുടങ്ങുകയാണ്. ഫസ്റ്റ് മോഡ്യൂളാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്നത്തെ ഈ വീഡിയോയിൽ C++ എന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ കുറച്ച് ഹിസ്റ്ററിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് ആക്ച്വലി സിലബസിലുള്ള പോർഷൻ അല്ല, എക്സാമിന് ചോദിക്കുകയില്ല. എന്നാലും നമ്മളൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കുമ്പോൾ അതിൻ്റെ ഹിസ്റ്ററി എന്താണെന്ന് കുറച്ച് മനസ്സിലാക്കണമല്ലോ. അതുകൊണ്ട് മാത്രം അതിൻ്റെ ഹിസ്റ്ററി ഒന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് എക്സാമിന് ചോദിക്കത്തില്ല. ഈ വീഡിയോ അധികം നീണ്ടു പോകത്തുമില്ല, ഒരു 5-6 മിനിറ്റേ പോകത്തുള്ളൂ മിക്കവാറും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് C++ എന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ ഹിസ്റ്ററി നമുക്കൊന്ന് കാണാം. ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ലോഗോ. നമ്മൾ C++ എന്ന് സെർച്ച് ചെയ്യപ്പോഴൊക്കെ കാണുന്ന ലോഗോയാണ്. ഇത് ആക്ച്വലി ഒരു രജിസ്ട്രേഡ് ലോഗോയാണ്. സ്റ്റാൻഡേർഡ് C++ ISO സ്റ്റാൻഡേർഡ് പ്രകാരം ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ലോഗോയാണ് നിങ്ങൾ ഈ കാണുന്നത്. മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതൊരു സ്റ്റാൻഡേർഡ് ലോഗോയാണ് C++ൻ്റെ. ഇനി നമുക്ക് C++ എന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ ഹിസ്റ്ററി എന്താണെന്ന് നമുക്ക് കാണാം. C++ എന്നത് ഒരു ജനറൽ പർപ്പസ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ആക്ച്വലി ഇത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് C എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ ബേസ് ചെയ്താണ് ഈ C++ എന്ന ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് സ്ട്രൗസ്ട്രപ്പ് എന്ന് പറയുന്ന ഒരു കമ്പ്യൂട്ടർ എക്സ്പെർട്ട് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റ് എന്നൊക്കെ പറയാം. പുള്ളി ഒരു ഡാനിഷ് ആണ്, പുള്ളിയുടെ നാഷണാലിറ്റി ഡാനിഷ് ആണ്, അതായത് ഡെൻമാർക്ക് എന്ന് പറയാം. സ്ട്രൗസ്ട്രപ്പ് എന്ന ആളാണ് ഈ C++ എന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തത്. C എന്ന ലാംഗ്വേജിനെ ബേസ് ചെയ്താണ് അദ്ദേഹം ഡെവലപ്പ് ചെയ്തത്. അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, അതിൻ്റെ ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത് 1979 അദ്ദേഹം ബെൽ ലാബ്സിൽ, അതായത് AT&T ബെൽ ലാബ്സിലെ ഒരു എംപ്ലോയി ആയിരുന്നു അദ്ദേഹം. അവിടുത്തെ ഒരു കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ലാംഗ്വേജ് C ലാംഗ്വേജ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒപ്പീനിയനിൽ C ലാംഗ്വേജ് എന്ന് പറയുന്നത് വളരെ എഫിഷ്യൻ്റായ, വളരെ ഫാസ്റ്റായ, വളരെ ഈസി ആയിട്ടുള്ള, വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ് C ലാംഗ്വേജ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആവശ്യത്തിന് C ലാംഗ്വേജ് മതിയാകാതെ വന്നു. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ട ഫീച്ചേഴ്സ് ആഡ് ചെയ്ത് പുതിയൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അദ്ദേഹം ഡെവലപ്പ് ചെയ്ത് തുടങ്ങി. അദ്ദേഹം ഇനിഷ്യലി അതിന് കൊടുത്ത പേര് C വിത്ത് ക്ലാസസ് എന്നാണ്. നമ്മുടെ ഈ C++ എന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ ഇനിഷ്യൽ നെയിം നമുക്ക് C വിത്ത് ക്ലാസസ് എന്നാണ് അദ്ദേഹം വിളിച്ചത്. ഈ ക്ലാസ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഫീച്ചറാണ്. ഒബ്ജക്ട്സ്, ക്ലാസ് എന്നൊക്കെ പറയുന്ന അത് C++ എന്ന ലാംഗ്വേജിൻ്റെ മെയിൻ ഫീച്ചേഴ്സാണ്. അതെല്ലാം നമ്മൾ 4th മോഡ്യൂളിൽ പഠിക്കും. അപ്പോൾ എന്താണ് ഒബ്ജക്റ്റ്, എന്താണ് ക്ലാസ് എന്നൊക്കെ നമുക്ക് ആ സമയത്ത് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ 1979 അദ്ദേഹം ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്. 1983 അദ്ദേഹം ആ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ C++ എന്ന് റീനെയിം ചെയ്തു. അപ്പോൾ C വിത്ത് ക്ലാസസ് എന്നത് 1983 ആയപ്പോൾ C++ എന്നാക്കി. അതിനുശേഷം 1985 അദ്ദേഹം ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തു. ദ C++ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന ബുക്ക് അദ്ദേഹം 1985 പബ്ലിഷ് ചെയ്തു. ഈ ബുക്കിലാണ് അദ്ദേഹം ഈ C++ എന്ന ലാംഗ്വേജിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ, എങ്ങനെയാണത്, അതിൻ്റെ സിൻറ്റാക്സ് എന്താണെന്നും എന്തൊക്കെ ഫീച്ചേഴ്സാണ് അതിലുള്ളതെന്നും എങ്ങനെയാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നതെന്നും ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് കവർ ചെയ്ത ടെക്സ്റ്റ് ബുക്ക്, ആദ്യത്തെ ഒഫീഷ്യൽ ടെക്സ്റ്റ് ബുക്ക് ഈ ദ C++ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന ബുക്കാണ്. അത് 1985 അത് പബ്ലിഷ് ചെയ്തത്. അതേ വർഷം തന്നെ ഈ C++ എന്ന ലാംഗ്വേജ് അത് ഒഫീഷ്യലി അതായത് കൊമേഴ്ഷ്യലി അത് ലോഞ്ച് ചെയ്തു. അതായത് മറ്റുള്ള കമ്പനീസിനും മറ്റുള്ള ആൾക്കാർക്കും ഉപയോഗിക്കുക എന്ന രീതിയിൽ 1985 C++ എന്ന ലാംഗ്വേജ് കൊമേഴ്ഷ്യലി ലോഞ്ച് ചെയ്തത്. അതിനു മുന്നേ അദ്ദേഹത്തിൻ്റെ ബെൽ ലാബ്സിലുള്ള ഇൻറ്റേർണലി ആയിട്ടുള്ള യൂസിന് മാത്രമായിരുന്നു ഈ C++ ലാംഗ്വേജ് സാധാരണ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. 1985 അത് കൊമേഴ്ഷ്യലി ലോഞ്ച് ചെയ്തു. ലോഞ്ച് ചെയ്തതിന് ശേഷം തന്നെ അതിന് ഒരുപാട് മോഡിഫിക്കേഷൻസ് വന്നു. അദ്ദേഹം തന്നെ ഒരുപാട് മോഡിഫിക്കേഷൻസ് ചെയ്തു. മാത്രമല്ല മറ്റ് കമ്പനീസിലുള്ള മറ്റ് കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റും അവരുടെ ആവശ്യത്തിനനുസരിച്ച് ഒരുപാട് മോഡിഫിക്കേഷൻസ് ഈ C++ എന്ന ലാംഗ്വേജിന് കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്തെന്ന് വെച്ചാൽ, ഓരോ റീജിയണിലും അല്ലെങ്കിൽ ഓരോ കമ്പനീസിലും അവരുടേതായിട്ടുള്ള ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ടുള്ള C++ ലാംഗ്വേജാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്തെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു അമേരിക്കൻ കമ്പനിയിൽ യൂസ് ചെയ്യുന്ന C++ പ്രോഗ്രാം, ആ സെയിം കോഡ് തന്നെ ഇപ്പോൾ യൂറോപ്പിലൊരു കമ്പനിയിൽ കൊണ്ടുവന്ന് അത് കമ്പൈൽ ചെയ്യാൻ നോക്കിയാൽ അത് എറർ കാണിക്കും. കാരണം അത് വേറെ ഒരു സെറ്റ് ഓഫ് ഫീച്ചേഴ്സൊക്കെ ഉപയോഗിച്ച് എഴുതിയ കോഡായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു കമ്പാറ്റബിലിറ്റി ഇഷ്യൂസൊക്കെ അതിന് വന്നു. അതായത് ഒരു യൂണിഫോം സ്റ്റാൻഡേർഡ് ഇല്ല എന്ന് പറയാം. അപ്പം അത് കാരണം എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനും ഇങ്ങനൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. നമ്മുടെ C++ എന്ന ലാംഗ്വേജ് ആദ്യമായിട്ട് സ്റ്റാൻഡർഡൈസ് ചെയ്ത 1998 അതായത് 1985
കൊമേഴ്ഷ്യലി ലോഞ്ച് ചെയ്ത C++ എന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് 1998 ആദ്യമായിട്ട് അത് സ്റ്റാൻഡർഡൈസ് ചെയ്തത്. എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസും ഇങ്ങനെ സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ C++ എന്ന ലാംഗ്വേജ് 1998 സ്റ്റാൻഡർഡൈസ് ചെയ്തത്. ISO ആണ് സ്റ്റാൻഡർഡൈസ് ചെയ്തത്. ISO ഓർഗനൈസേഷൻ എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ, ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ. അപ്പോൾ ഈ ഓർഗനൈസേഷനാണ് അത് സ്റ്റാൻഡർഡൈസ് ചെയ്തത്. സ്റ്റാൻഡർഡൈസ് ചെയ്തതിന് ശേഷവും ഒരുപാട് ചെറിയ മോഡിഫിക്കേഷൻസ് അവർ കൊണ്ടുവന്നുകൊണ്ടിരുന്നു. ലേറ്റസ്റ്റ് വേർഷൻ എന്ന് പറയുന്നത് C++20 എന്ന് പറയുന്ന വേർഷനാണ്. അത് നമ്മുടെ ഈ വർഷം 2020 എന്ന് പറയുന്ന വർഷത്തിലാണ് അതിൻ്റെ പ്രിവ്യൂ റിലീസ് ഓൾറെഡി വന്നിട്ടുണ്ട്. ചെറിയ മാറ്റങ്ങൾ വരുത്തി അവർ പുതിയ വേർഷൻസ് ഇങ്ങനെ റിലീസ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ അതൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ സിലബസിൽ പഠിക്കാനുള്ളത് C++ എന്ന ലാംഗ്വേജിൻ്റെ കോറായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അല്ലാതെ ഓരോ വർഷവും ഈ ISO കൊണ്ടുവരുന്ന സ്റ്റാൻഡേർഡ്സ് പ്രകാരമുള്ള ഫീച്ചേഴ്സൊന്നും നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പഠിക്കുന്നത് C++ എന്ന ലാംഗ്വേജിൻ്റെ കോറായിട്ടുള്ള ഫങ്ഷൻസും ഫീച്ചേഴ്സും ഒക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇതാണ് C++ എന്ന ലാംഗ്വേജിൻ്റെ ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഇത് എക്സാമിന് ചോദിക്കത്തില്ല, നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഒന്ന് ഓർത്തിരിക്കുക, ഈ പേരൊന്ന് ഓർത്തിരിക്കുക. നിങ്ങൾക്ക് എങ്ങനെ വേണോ പ്രൊണൗൺസ് ചെയ്യാം, ഈ പേരൊന്ന് ഓർത്തിരിക്കുക. സ്ട്രൗസ്ട്രപ്പ് അദ്ദേഹമാണ് ഈ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്ത് 1985 അത് ലോഞ്ച് ചെയ്തത്. അദ്ദേഹം എഴുതിയ ബുക്കിൻ്റെ പേര് C++ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്നാണ് ബുക്കിൻ്റെ പേര്. 1998 അത് സ്റ്റാൻഡർഡൈസ് ചെയ്തത്. ഈ ലേറ്റസ്റ്റ് വേർഷൻ എന്ന് പറയുന്ന അറ്റ് പ്രസൻറ്റ് C++20 എന്ന വേർഷനാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അത് പ്രൊഫഷണൽസും കമ്പനീസൊക്കെ യൂസ് ചെയ്യുന്ന വേർഷനാണ്. നമ്മളതൊന്നുമല്ല യൂസ് ചെയ്യുന്നത്. നമ്മൾ കോറായിട്ടുള്ള C++ ലാംഗ്വേജ് നമ്മൾ പഠിക്കുന്നു എന്നേ ഉള്ളൂ. ടെക്സ്റ്റ് ബുക്കിലൊക്കെ കൊടുത്തിട്ടുള്ള ലാംഗ്വേജ് നമ്മൾ പഠിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് C++ൻ്റെ ഹിസ്റ്ററി. ഇതാണ് ഈ സ്ട്രൗസ്ട്രപ്പ് എന്ന് പറയുന്ന ഒരു കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റ്, ഡാനിഷ്, അതായത് ഡെൻമാർക്കാണെന്ന് തോന്നുന്നു നാഷണാലിറ്റി. അദ്ദേഹമാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. അദ്ദേഹം മരിച്ചിട്ടില്ല, ഇപ്പോഴും ജീവനോടെ ഉണ്ട്. വയസ്സ് 69 ആയുള്ളൂ. അദ്ദേഹമാണ് ഈ സ്ട്രൗസ്ട്രപ്പ് ഈ ഒരു ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്ത് എടുത്ത ആൾ. ഇപ്പോൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ ബേസ് ചെയ്താണ് C++ ഡെവലപ്പ് ചെയ്തത്. പക്ഷേ സിൻറ്റാക്സ് ഒക്കെ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്, ഒരുപാട് ഫീച്ചേഴ്സും അഡീഷണൽ ആയിട്ട് C++ലുണ്ട്. എന്നാലും ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് C എന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജുമായിട്ട് കുറച്ച് സിമിലർ ആണ് എന്നേ ഉള്ളൂ. സിൻറ്റാക്സ് ഒക്കെ ഒരുപാട് മാറ്റമുണ്ട്. അപ്പോൾ ഇതാണ് C++ എന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ ഹിസ്റ്ററി. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് മോഡ്യൂൾ. അടുത്ത ലെക്ചർ വീഡിയോ മുതൽ നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിലെ പോർഷൻസ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. ഇതിൽ ആക്ച്വൽ പ്രോഗ്രാമിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. ഇൻട്രൊഡക്ഷൻ ടു C++, സ്ട്രക്ചർ ഓഫ് C++ പ്രോഗ്രാം എന്നും പറഞ്ഞ് അതിൻ്റെ പ്രോഗ്രാമിങ്ങിൻ്റെ തിയറി ഇവിടെ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെ നമ്മൾ നോക്കേണ്ടത് ഈ അൽഗോരിതം ആൻഡ് ഫ്ലോ ചാർട്ട് എന്ന് പറയുന്ന പോർഷനും പിന്നെ ബേസിക്സ് ഓഫ് പ്രൊസീജിയർ ഓറിയൻറ്റഡ് ആൻഡ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. ഈ ഒരു പോർഷൻ മിക്കവാറും ഞാൻ ഉടനെ എടുക്കത്തില്ല. കാരണം നിങ്ങൾക്ക് എന്താണ് ഈ പ്രോഗ്രാമിംഗ് എന്ന് എന്നെ അറിയാത്ത ആൾക്കാരായിരിക്കുമല്ലോ ഒരു പകുതി ആൾക്കാരും. അപ്പോൾ അവർക്ക് ഈ പ്രൊസീജിയർ ഓറിയൻറ്റഡ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് എന്നൊന്നും പറഞ്ഞാൽ ഇപ്പോൾ മനസ്സിലാവത്തില്ല. അപ്പോൾ പ്രോഗ്രാമിംഗ് നമ്മൾ പഠിച്ച് തുടങ്ങിയ ശേഷം മാത്രമേ ഞാൻ ഈ സംഭവം എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയുള്ളൂ. വളരെ ബേസ് ആയിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ മാത്രം ഞാൻ ആദ്യം ഒന്ന് തരാം. നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത് ഈ അൽഗോരിതം ആൻഡ് ഫ്ലോ ചാർട്ട്. നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്, അത് നമുക്കൊന്നും കൂടെ നോക്കാം. 2-3 എക്സാമ്പിൾസും കൂടെ നോക്കി ഈ അൽഗോരിതം ആൻഡ് ഫ്ലോ ചാർട്ട് ഇത് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഫസ്റ്റ് മോഡ്യൂളിൽ നിന്ന് അൽഗോരിതം ആൻഡ് ഫ്ലോ ചാർട്ടൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്, നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചതാണ്. അപ്പോൾ അത് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതിൻ്റെ കൂടെ കമ്പ്യൂട്ടർ പ്രോഗ്രാമിൻ്റെ ബേസിക് കൺസെപ്റ്റ്സും പിന്നെ ഡാറ്റ റെപ്രസെൻറ്റേഷനും എങ്ങനെയാണെന്നുള്ള കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇത് 1-2 വീഡിയോ എടുക്കും. 1-2 വീഡിയോയിൽ ഇത് ഡിസ്കസ് ചെയ്തിട്ടായിരിക്കും പിന്നെ നമ്മൾ ആക്ച്വലായിട്ടുള്ള പ്രോഗ്രാമിംഗ് നമ്മൾ പഠിച്ച് തുടങ്ങുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ CPNM എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ ആദ്യത്തെ ലെക്ചർ വീഡിയോ. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.